ഹലോ എല്ലാവർക്കും നമസ്കാരം. ഡബ്ല്യു ബല്ലു വേൾഡിന്റെ പുതിയ ഒരു ബ്രാൻഡ് ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു all to my beautiful channel called Dublin Ballu World. If you're watching my channel for the very first time, don't forget to subscribe and support me and also give your reviews and comments and everything and support me. Right, today I was just wondering actually what to do or what to make as a content for the video. സോ നാട്ടിലെ ചായ കുടിച്ചിട്ട് കുറേ ദിവസമായി. ഇവിടെ വന്നേ പിന്നെ 6 മാസം ആക്ച്വലി ഇതുവരെയായിട്ടും ഒരു നല്ല ചായ ഉണ്ടാക്കി കുടിച്ചില്ല. നല്ല ചായ എന്നല്ല, ഇവിടെ സാധാരണ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും, അതിലേക്ക് കുറച്ച് പാലൊഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ഇട്ട് കുടിക്കുന്ന ആ ഒരു രീതിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ പാലിട്ട് തിളപ്പിച്ച് അങ്ങനെ ഒരു ചായ ഇതുവരെ കുടിച്ചിട്ടേ ഇല്ല. സോ ഐ റിയലി മിസ് നമ്മുടെ നാട്ടിലെ നമ്മുടെ ചായ. സോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ലൈക്ക് as always, like just finished my night shift, so I'm not going to do much of cooking this morning. So I have like the the Morocco in the fridge plus the flatbread. So I'm going to use that actually today. So I'm not going to cook anything in the morning, but afternoon definitely I'll cook something else and make this a video. So today morning I'm just going to make just the chai and I'm going to show you how to make it. Of course, you also know everyone എല്ലാവർക്കും അറിയാം, പക്ഷേ എന്നാൽ കൂടിയും എൻ്റെ ഒരു ടേസ്റ്റിന് ഞാൻ ആദ്യമായിട്ട് ചായ ഉണ്ടാക്കാൻ പോവാം. അപ്പം 6 മാസം കൂടി ഒരു ചായ ഉണ്ടാക്കാൻ പോവാണ്. അതാണ് നിങ്ങൾ എന്നത്തെ വിളിച്ചത് കേട്ടോ. സോ വെൽക്കം ഓൾ ടു മൈ ചാനൽ ഡബ്ല്യു ബല്ലു വേൾഡ്. ഓക്കെ, അടിപൊളിയായിട്ട് പോകും. മോസ്റ്റ്ലി പല രീതിയിലുള്ള ചായ ഉണ്ടാക്കാറുണ്ടല്ലോ. സോ നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ജീരകവും അല്ലെങ്കിൽ ഇഞ്ചിയും പിന്നെന്താണ് ഏലക്കായൊക്കെ പൊടിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏലക്ക ഉണ്ടാക്കി പൊടിച്ചിട്ട് നമ്മൾ ചായ ഉണ്ടാക്കണേ. So I'm going to make like Elaka chaya along with, I don't have ginger, so mostly I'm going to use the Elaka plus a little bit of a pinch of നമ്മുടെ നാട്ടിലത്തെ കുഞ്ഞു ജീരകയില്ല, അത് വെച്ചിട്ടും കൂടെ അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. സോ ഇത് വലിയൊരു കാര്യമൊന്നുമില്ല, പക്ഷേ എങ്കിൽ കൂടി എൻ്റെ കൂടെ ചായ കുടിക്കണ ഇറ്റ്സ് ഗോണ ബി എ ബിഗ് തിങ് ആക്ച്വലി. സോ വെൽക്കം ഓൾ. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പ് എത്തിച്ച് കൊടുക്കാം. സോ അതിനുശേഷം നമുക്ക് ഇച്ചിരി മിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി മിൽക്കാണ്. മിൽക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച്. നമ്മളൊരാളല്ലേ ഉള്ളൂ, അപ്പം കുറച്ച് മതി. അതിൻ്റെ കൂടത്തേക്ക് ഞാൻ ഇച്ചിരി കൂടെ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. സോ ഒത്തിരി തിക്കായിട്ടുള്ള മിൽക്ക് വേണ്ട, ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് മതി. എന്തുകൊണ്ട് നാട്ടിൽ വിശേഷം? എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം പെരിയോനേ റഹ്മാനേ പെരിയോനേ ആ പാട്ടൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. നമ്മുടെ പുതിയ പടം അല്ലേ, അടിപൊളിയാൻ പോകുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. ഇവിടെ തൊട്ടടുത്ത് ഒടിയൻ എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ ഒടിയൻ, അപ്പം ഒടിയനിൽ പോകുന്നുണ്ട് ആ പടം. പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല. ഉടനെ ബുക്ക് ചെയ്ത് കാണുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി റിവ്യൂസ് ഒക്കെയാണ് പടത്തെക്കുറിച്ച് അല്ലേ, അടിപൊളിയായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. സോ ആ പടം ഉടനെ തന്നെ കാണണം. ഓക്കെ, സോ ഇപ്പോൾ ചായയുടെ കാര്യത്തിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പം എന്തെങ്കിലും ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കുക കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിക്കകത്തൊക്കെ എൻ്റേതായ ഒരു ശൈലി ഞാൻ കൊണ്ടുവരാറുണ്ട്, ഈവൻ ഒരു കുഞ്ഞി ചായ ആണെങ്കിൽ കൂടിയും. സോ ഇന്നത്തെ ചായയിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോകും നമ്മുടെ ഏലക്കായുടെ ഒരു ചെറിയൊരു തരി ഞാൻ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ഒരു കുഞ്ഞൊരു ഗ്രാമ്പൂൻ്റെ ഒരു ഇത് ഇടുന്നുണ്ട് കേട്ടോ. ഗ്രാമ്പൂൻ്റെ പട്ടാ ഗ്രാമ്പൂല്ലേ, അതിൻ്റെ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഞാനൊരു ഇച്ചിരി സ്പെഷ്യലായിട്ട് നമ്മുടെ കുഞ്ഞു ജീരകം, ആ കുഞ്ഞു ജീരകം ഒരു കുറച്ച്, ഒത്തിരി വേണ്ട, ഒരു കുറച്ച് മാത്രം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. സോ അപ്പോൾ അത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിളച്ച് വന്ന് കഴിഞ്ഞൊന്ന് സെറ്റപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ചായ എല്ലാം ഉണ്ടാക്കണം, ഇന്ന് കാപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ. സോ കാപ്പിയാണ് മെയിനായിട്ട് പറയുന്നത്, ചായപ്പൊടി എനിക്ക് ഇല്ല. സോ കാപ്പിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ചായയാണെന്ന് പേര് പറഞ്ഞെങ്കിലും നാട്ടിലത്തെ കാപ്പി ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോഴാണ് ആ കാര്യം ഓർത്ത് ചായപ്പൊടി ഇല്ലെന്നുള്ള കാര്യം ഓർത്ത്. ബട്ട് എനിവേ, സോ നമ്മുടെ കയ്യിലുള്ള കൂട്ട് കാപ്പിപ്പൊടി ഇട്ടിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഇതുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ടെസ്കോയുടെ ക്ലാസിക് ബ്രൂ കോഫിയുടെ പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. ചായ എന്ന് പറഞ്ഞ് തുടങ്ങി, ബട്ട് കാപ്പിയിൽ അവസാനിച്ചു. നോക്ക്, എൻ്റെ റെസിപ്പി എവിടെ പോകണമെന്ന് നോക്ക്. ഇച്ചിരി കൂടെ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി കട്ടിയായിട്ട് വേണ്ട. അപ്പം ഇച്ചിരി വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിനി ഹണി ചേർത്ത് കൊടുക്കാം. സോ ഞാൻ പഞ്ചസാര കഴിക്കത്തില്ല, അപ്പം ഹണിയാണ് പഞ്ചസാരയ്ക്ക് പകരം ആയിട്ട് ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. നല്ലൊരു അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ഹണിയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഹണി ഇട്ട് കൊടുത്താൽ മതി. കാരണം ഞാൻ പഞ്ചസാര കൂട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹണി ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി ഇടുന്നില്ല, അത്യാവശ്യം ചെറിയ മധുരം വരാൻ പാകത്തിന് ഞാൻ ഹണി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ നാട്ടിലെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചായ അടിച്ചു കുടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലേ. ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ചായ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രത്തിലേക്ക് ഒഴിച്ച് ചായ അടിച്ച്, നമ്മുടെ കടയിലെ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇങ്ങനെ കൈ പൊക്കിയിട്ട് അടിക്കില്ലേ, പക്ഷെ അതൊന്നും അത്ര അറിയത്തില്ല. പക്ഷെ എന്നാൽ കൂടിയും നമ്മുടെ ചായ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ചായ അല്ല കാപ്പി, നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെറ്റപ്പാക്കി നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് പരുവായിട്ടുണ്ട് കേട്ടോ. സോ ഇന്നത്തെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, നല്ല ഇലക്കായ കിട്ടേണ്ട അതിൻ്റെതായ ഒരു നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, പുളിയല്ലേ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ മറാക്കിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ, മറാക്ക് ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടുത്തെ ഫ്ലാറ്റ് ബ്രെഡ് ആണ് കേട്ടോ. നമ്മൾ ഏകദേശം ചപ്പാത്തിനേക്കാളൊക്കെ ഒരു നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ബ്രെഡാണ് ഫ്ലാറ്റ് ബ്രെഡ്. സോ ഇറ്റ്സ് റിയലി നൈസ് ആക്ച്വലി. സോ നല്ല അടിപൊളിയാണ്. ജസ്റ്റ് നമ്മുടെ പാനിലിട്ടിട്ടൊന്ന് എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് മറ്റേ മറാക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. വെരി ഈസി ആക്ച്വലി. സോ നമ്മുടെ സെസ്കോയിൽ കിട്ടുന്ന ഒരു സാധനമാണ്. നല്ല കണ്ട നല്ല അടിപൊളിയാണ്. നമ്മുടെ പൊറോട്ടയൊക്കെ പോലെ തന്നെ ഇരിക്കും. നമ്മുടെ നാട്ടിലത്തെ പൊറോട്ടയുടെ ഒക്കെ ഒരു ഇതാണ്, നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ ഒഴിക്കണമെങ്കിൽ നെയ്യ് ഒഴിക്കണമെങ്കിലോ അതിൻ്റെ മേളിലേക്ക് ഒഴിച്ച് പറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. വിശപ്പിൻ്റെ വിളി അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ അതൊന്നും ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അതൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, നമ്മുടെ മറാക്ക് ചൂടാക്കുക, കഴിക്കുക. ഓക്കെ, ഇതാണ് സാധനം. അടിപൊളിയല്ലേ, നമ്മുടെ നാട്ടിലെ പൊറോട്ടയൊക്കെ പോലെ തന്നെ ഇരിക്കും ഏകദേശം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മറാക്കില്ല, നമ്മളുണ്ടാക്കിയ മറാക്കിൻ്റെ കുറച്ച് മാറ്റി വെച്ചേർന്നത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒന്നുകൊണ്ട് ചൂടാക്കിയിട്ട് ജസ്റ്റ് അത് വെച്ചിട്ട് നമുക്ക് ഈ സംഗതി കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മറാക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക, കഴിക്കുക, കിടക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ടേ കിടക്കുന്നതിന് മുമ്പായിട്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഒന്ന് ചായ ഉണ്ടാക്കി കഴിച്ച് അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കി കഴിച്ചതിൻ്റെ കൂടെ കൂടി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി തീർന്നു. ഓക്കെ.